പോയല്ലോ. അവിടെ കൊണ്ട് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നോ അന്വേഷണം? എന്തുകൊണ്ട് 336 കോടി രൂപയുടെ അന്വേഷണം തുടർന്നു കൊണ്ടുപോയില്ല? ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വെച്ചാൽ പിന്നെ സമാധാനമായിരുന്ന? സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കട്ടെ. ഞങ്ങളുടെ കൂട്ടത്തിൽ വേറൊരു അന്വേഷിക്കണം കേട്ടോ. ഓരോ സന്ദർഭത്തിലും പുകമറ സൃഷ്ടിക്കാൻ നിങ്ങൾ നോക്കി. ഇവിടെ നടന്നിട്ടുള്ള മുഴുവൻ സംഭവങ്ങളും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയും NDF-ന്റെയും തലയിലേക്ക് വെച്ചു താഴ്ത്താൻ വേണ്ടി ഉന്നത തലങ്ങളിൽ RSS-ഉം CPM-ഉം പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഗൂഢാലോചന നടത്തി. മാറാട് 9 പേര് കൊല്ലപ്പെട്ട ദാരുണമായ സംഭവത്തെ അതുപയോഗിച്ചുകൊണ്ട് NDF-നെ തുടച്ചു നീക്കാമെന്ന് കരുതി. അന്നും ഇതിനേക്കാൾ വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു മാധ്യമങ്ങള്, പോലീസുകാര്, രാഷ്ട്രീയ പ്രവർത്തകന്മാര്. എന്തേ ഉണ്ടായത്? മാറാട് സംഭവത്തിന്റെ പേരിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടന്നു. NDF-നെ തരിയിട്ട് നോക്കാൻ നിങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങളില്ലാത്ത ഒന്ന് ഞങ്ങളുടെ മുകളിലേക്ക് വെച്ചുകെട്ടാൻ ശ്രമിച്ചാൽ അത് പായായി പോകുമെന്നതിന്റെ വ്യക്തമായ ഉദാഹരണമായിരുന്നില്ലേ മാറാട്? എന്നിട്ടും പഠിക്കുന്നില്ല. മാറാട് കേസിൽ 62 പേർ ഇപ്പോഴും ജയിലിൽ കഴിയുന്നുണ്ട്. പാർട്ടി തിരിച്ചുള്ള കണക്ക് പ്രസിദ്ധീകരിച്ചു നമ്മള്. ഇവിടെ വലിയ മിഷിഹമാരായി ചമയുന്ന അക്രമത്തിനെതിരെ പിണറായി വിജയനും അതുപോലെ ജയരാജനും ഒക്കെ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്ത് ഇത്ര വലിയ ഗാന്ധിയന്മാര് വരണ്ടാവില്ല എന്നാണ് നമ്മൾ കേൾക്കുക. CPM-ന്റെ പ്രവർത്തകരായിരുന്നു മാറാട് കൂട്ടക്കൊലക്കേസിൽ പ്രതിയായിട്ട് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നത്. KM ഷാജിയുടെ അനുയായികളാണ് മാറാട് കൂട്ടക്കൊലക്കേസിൽ പ്രതിയായിപ്പെട്ട് ജയിലിൽ കഴിയുന്നത്. ഈ സംഘങ്ങളൊക്കെ ഒരേ സ്വരത്തിൽ സംസാരിച്ചുവെന്ന് ഇപ്പോഴും അതേ സംഘങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 3 തരം പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇവിടെ വെക്കാൻ വേണ്ടി